കൃഷിയിടത്തിലേക്ക് പതിവായി എത്തുന്ന കാട്ടാനക്കൂട്ടത്തെ തടയാൻ കഴിയാതെ ഒടുവിൽ സ്വന്തം വാഴകൾ തന്നെ വെട്ടിമാറ്റിയിരിക്കുകയാണ് കോതമംഗലത്തെ ഒരു കർഷകൻ. കോട്ടപ്പടി കൂവക്കണ്ടം സ്വദേശി മാവറ മനോജാണ് വാഴ തിന്നാനെത്തുന്ന കാട്ടാനക്കൂട്ടം കൊക്കോ കൃഷി നശിപ്പിക്കുന്നത് തടയാനായി തന്റെ 200ഓളം വാഴകൾ വെട്ടിമാറ്റിയത്. വനാതിർത്തിയോട് ചേർന്നുള്ള തന്റെ തോട്ടത്തിൽ കൊക്കോയും വാഴയുമാണ് മനോജ് കൃഷി ചെയ്യുന്നത്. എന്നാൽ രാത്രിയാകുമ്പോൾ വാഴ തിന്നാനെത്തുന്ന കാട്ടാനക്കൂട്ടം കൊക്കോ മരങ്ങൾ ചവിട്ടിമെതിക്കുകയും വ്യാപക നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നത് പതിവാണ്. ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം കുലച്ചതും കുലയ്ക്കാത്തതുമായ 100ഓളം വാഴകളാണ് നശിപ്പിച്ചത്. ഒപ്പം ഒട്ടേറെ കൊക്കോ മരങ്ങളും ചവിട്ടിമെതിച്ചു. വർഷങ്ങളുടെ അധ്വാനഫലമായി വളർത്തിയ കൊക്കോ മരങ്ങളാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നശിച്ചത്. കൊക്കോ കൃഷി സംരക്ഷിക്കാൻ മറ്റ് മാർഗങ്ങൾ ഇല്ലാതായതോടെയാണ് കാട്ടാനകളെ ആകർഷിക്കുന്ന വാഴകൾ വെട്ടിമാറ്റാൻ മനോജ് നിർബന്ധിതനായത്. ഏകദേശം ഒരു 100 വാഴയോളം ഇന്നലെ കളഞ്ഞിട്ടുണ്ട്. ഒറ്റ രാത്രിയിൽ ഒരു ആനക്കൂട്ടമാണ് ഇവിടെ വന്നിരുന്നത്. എത്ര എണ്ണം ഉണ്ടെന്നറിയില്ല, ഏകദേശം 4-5 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്നും വരുന്നുണ്ട്. ഇവിടെ അടുപ്പിച്ചിപ്പോൾ ആന വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷവും ഈ വാഴ ഇവിടെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് കളഞ്ഞതാണ്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വനാതിർത്തി മേഖലകളിലെ കർഷകർക്ക് ഫലപ്രദമായ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കൃഷി സംരക്ഷിക്കാനാകാതെ സ്വന്തം വിളകൾ തന്നെ നശിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പല കർഷകരും നേരിടുന്നത്. കാട്ടാനശല്യത്തിൽ വലയുന്ന കർഷകരുടെ ദുരിതത്തിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് മനോജ് എന്ന ഈ കർഷകൻ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.